ഒരു വെള്ളക്കുപ്പിയുടെ പേരിൽ കെ.എസ്.ആർ.ടി.സി ഡ്രൈവറെ സ്ഥലം മാറ്റിയ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ ഓടിച്ചു വിട്ടിരിക്കുകയാണ് ഹൈക്കോടതി. ആ ഡ്രൈവറെ സ്ഥലം മാറ്റരുത് എന്ന് പറയുക മാത്രമല്ല, അയാൾ അവിടെ തന്നെ ജോലി ചെയ്തോട്ടെ എന്നും ശിക്ഷാ നടപടി എന്ന പേരിൽ ഇനി ഇങ്ങനെ കാണിക്കരുത് എന്ന മുന്നറിയിപ്പ് കൂടി ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ മന്ത്രിയെയും കെ.എസ്.ആർ.ടി.സിയെയും കോടതി എടുത്തിട്ട് കുടഞ്ഞുവെന്ന് സാരം. കെ.എസ്.ആർ.ടി.സി ബസിന്റെ മുൻവശത്ത് വെള്ളം നിറച്ച പ്ലാസ്റ്റിക് കുപ്പി വെച്ചതിന്റെ പേരിലായിരുന്നു പൊൻകുന്നം കെ.എസ്.ആർ.ടി.സി ഡിപ്പോയിലെ ഡ്രൈവറായ ജെയ്മോൻ ജോസഫിനെ പുതുക്കാട് ഡിപ്പോയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നത്. എന്നാൽ സ്ഥലം മാറ്റ നടപടി അപ്പാടെ റദ്ദാക്കിയ ഹൈക്കോടതി സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട ചില മാർഗനിർദ്ദേശങ്ങൾ കൂടി കെ.എസ്.ആർ.ടി.സിക്ക് നൽകിയിട്ടുണ്ട്. ബസ്സിൽ വെള്ളക്കുപ്പികൾ സൂക്ഷിച്ചതിന് സ്ഥലം മാറ്റിയ നടപടി ചോദ്യം ചെയ്ത് ശിക്ഷാ നടപടിക്ക് വിധേയനായ ജെയ്മോൻ ജോസഫാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. എന്നാൽ ശിക്ഷാ നടപടിയായി ഒരാളെ സ്ഥലം മാറ്റുന്നത് നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് നിരീക്ഷിച്ച ജസ്റ്റിസ് എൻ നഗരേഷ് സ്ഥലം മാറ്റം റദ്ദാക്കി ഉത്തരവിറക്കി. മതിയായ കാരണം ഇല്ലാതെയാണ് സ്ഥലം മാറ്റ നടപടിയെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കെ.എസ്.ആർ.ടി.സിയുടേത് അമിതാധികാര പ്രയോഗമാണ് എന്നും അച്ചടക്ക വിഷയത്തിൽ എല്ലായ്പ്പോഴും സ്ഥലം മാറ്റമാണോ പരിഹാരമെന്ന ഒരു ചോദ്യം കൂടി ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ജെയ്മോനെ പൊൻകുന്നം ഡിപ്പോയിൽ തന്നെ തുടർന്നും ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ജെയ്മോന്റെ ഹർജിയിൽ വാദം കേൾക്കവേ കെ.എസ്.ആർ.ടി.സിക്കും ഗതാഗത മന്ത്രിക്കുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളും കോടതി ഉന്നയിച്ചിരുന്നു. ബസ്സിലുണ്ടായിരുന്നത് വെള്ളമല്ലേ എന്നും മദ്യമല്ലല്ലോ എന്നും കോടതി കേസിൽ വാദം കേൾക്കവേ ചോദിച്ചിരുന്നു. സ്ഥലം മാറ്റ നടപടികളുമായി ബന്ധപ്പെട്ട് സുപ്രധാന നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയത്. ഒരു വ്യക്തിയുടെ സേവനം മറ്റൊരിടത്താണ് ആവശ്യമായി വരുന്നതെങ്കിൽ സ്ഥലം മാറ്റമാവാം. അച്ചടക്ക നടപടി നേരിടുന്ന ആൾ അതേ സ്ഥലത്ത് തന്നെ തുടരുന്നത് ബുദ്ധിമുട്ടാണ് എങ്കിലും സ്ഥാപനത്തിനോ പൊതുസമൂഹത്തിനോ മൊത്തത്തിലോ ഗുണമുള്ള കാര്യമാണെങ്കിലും സ്ഥലം മാറ്റം നീതീകരിക്കാവുന്നതാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ ജെയ്മോന്റെ കേസിൽ ഈ കാരണങ്ങളൊന്നും ബാധകമാകുന്നില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഭരണപരമായ സൗകര്യാർത്ഥമാണ് സ്ഥലം മാറ്റമെന്നായിരുന്നു കെ.എസ്.ആർ.ടി.സി കോടതിയിൽ വാദിച്ചത്. മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റമെന്നും കെ.എസ്.ആർ.ടി.സി വാദിച്ചപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടിയെക്കുറിച്ച് ഉത്തരവിൽ ഒരിടത്തും പരാമർശിക്കുന്നില്ല എന്ന് കോടതിയും ചൂണ്ടിക്കാട്ടി. പൊൻകുന്നം മുതൽ തിരുവനന്തപുരം വരെയുള്ള ദീർഘദൂര ഡ്രൈവിംഗിനിടെ ഇടയ്ക്കിടെ വെള്ളത്തിനായി വാഹനം നിർത്തുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അതുകൊണ്ടാണ് ശുദ്ധജലം വാഹനത്തിന് മുൻപിൽ സൂക്ഷിച്ചത് എന്നും ഹർജിക്കാരനായ ജെയ്മോൻ ജോസഫ് വാദിച്ചു. വാഹനം തടഞ്ഞു നിർത്തി മന്ത്രി ഇടപെട്ടതിനാലാണ് സ്ഥലം മാറ്റം ഉണ്ടായത് എന്നും ഹർജിക്കാരൻ പറഞ്ഞപ്പോൾ ബസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്ന സർക്കുലർ നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നും സ്ഥലം മാറ്റത്തിൽ മന്ത്രിക്ക് പങ്കില്ല എന്നും കെ.എസ്.ആർ.ടി.സിയും വാദിച്ചു. ഒക്ടോബർ 1 കൊല്ലം ആയൂരിൽ ഈ ഒരു സംഭവം നടന്നത്. മുണ്ടക്കയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന കെ.എസ്.ആർ.ടി.സി ഫാസ്റ്റ് പാസഞ്ചർ ബസ് ആയൂരിൽ വെച്ച് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തടഞ്ഞു. ജീവനക്കാരെ ശകാരിക്കുകയും ഡ്രൈവർ മരങ്ങാട്ടുപള്ളി സ്വദേശി ജെയ്മോനെ പാലാ പൊൻകുന്നം ഡിപ്പോയിൽ നിന്ന് തൃശൂർ പുതുക്കാട് ഡിപ്പോയിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു. മന്ത്രിയുടെ ഇടപെടൽ വലിയ വിവാദ കോലാഹലങ്ങൾക്ക് വഴിവെച്ചു. മന്ത്രി ഷോ കാണിക്കുകയാണ് എന്ന തരത്തിലടക്കം മന്ത്രിക്കെതിരെ വിമർശന ശരങ്ങൾ ഉയർന്നു. അതിലൊന്നും കൂസാതെയാണ് ജെയ്മോനെ സ്ഥലം മാറ്റിക്കൊണ്ട് മന്ത്രി ശിക്ഷാ നടപടി ഉറപ്പിച്ചത്. ബസ് ഓടിക്കുന്നതിനിടയിലാണ് സ്ഥലം മാറ്റത്തിന്റെ ആദ്യത്തെ ഉത്തരവ് വന്നത്. വിവരമറിഞ്ഞ് ബസ് ഓടിക്കുന്നതിനിടെ ജെയ്മോൻ കുഴഞ്ഞു വീണു. ഇതോടെ ആദ്യത്തെ ഉത്തരവ് മരവിപ്പിച്ചു. പിന്നീട് ഒക്ടോബർ 7 വീണ്ടും ഉത്തരവിറക്കി. ഇത് ചോദ്യം ചെയ്ത് ജെയ്മോൻ കോടതിയിലെത്തുകയായിരുന്നു. അതിനിടെ കെ.എസ്.ആർ.ടി.സി ബസ്സിലെ കുപ്പിവെള്ള വിവാദത്തിൽ ഡ്രൈവർക്കെതിരെ ആരോപണവുമായി മന്ത്രി ഗണേഷ് കുമാർ വീണ്ടും രംഗത്തെത്തി. ഡ്രൈവർക്ക് പിന്നിൽ UDF ആണ് എന്നാണ് ഗണേഷിന്റെ ആരോപണം. നടപടി നേരിട്ട ഡ്രൈവർക്ക് പിന്നിൽ UDF യൂണിയനാണ്. ഹൈക്കോടതിയിൽ സീനിയർ അഭിഭാഷകനെ വെക്കാൻ പണം നൽകിയത് UDF യൂണിയനാണ് എന്നാണ് മന്ത്രിയുടെ അഭിപ്രായം. കെ.എസ്.ആർ.ടി.സി നന്നാവരുത് എന്നാണ് ഇവരുടെ ആഗ്രഹം. കെ.എസ്.ആർ.ടി.സി നശിക്കാൻ ആഗ്രഹിക്കുന്ന യൂണിയന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നുവെന്നും മന്ത്രി പരിഹസിച്ചു. ഡ്രൈവറുടെ സ്ഥലം മാറ്റം റദ്ദാക്കിയ കോടതി ഉത്തരവ് അംഗീകരിക്കുന്നു. എന്നാൽ വകുപ്പ് തല നടപടി സ്വീകരിക്കുന്നതിന് തടസ്സമില്ല എന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട്.